UDF സർക്കാർ വാക്ക് നൽകിയതുപോലെ ഇന്ന് പ്രിയദർശിനി സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വന്നു. ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് മഹിളാ മോർച്ച പ്രവർത്തകര് ഫാസ്റ്റ് പാസഞ്ചർ കയറി അതിൽ ഫ്രീ നൽകിയില്ല എന്നുള്ള രീതിയിൽ പ്രതിഷേധം നടത്തി. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വന്നില്ല എന്ന് പറഞ്ഞ് അന്നൊരു പ്രതിഷേധം നടത്തിയതായിരുന്നു. ഇന്നതാ വീണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇന്നും ഒരു പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് ഇവരെന്ത് വിചാരിക്കുന്നത്? ഇത് ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ പണ്ടത്തെ ഒരു കഥയാണ് ഓർമ്മ വന്നത്. അതായത് ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി വൃദ്ധൻ കഴിക്കുകയാണെന്നുണ്ട്, കട്ടിങ് ഷേവിക്കും, എന്നാൽ പിന്നെ ഓരോ പ്ലേറ്റ് പോരട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ മഹിളാ മോർച്ച പ്രവർത്തകരുടെ ആ ഒരു സമരം. അതായത് സർക്കാർ എടുത്തു പറഞ്ഞിരുന്നു തുടക്ക ഘട്ടത്തിൽ, അതായത് തുടക്ക സമയത്ത് 100 ദിവസത്തെ പരിശീലന എന്നോണം ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൗജന്യ യാത്ര നടപ്പാക്കുക. കൂടാതെ ആ ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന അല്ലെങ്കിൽ പ്രിയദർശിനി സൗജന്യ യാത്ര എന്നുള്ള ഒരു സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം പതിപ്പിക്കും എന്നെല്ലാം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എല്ലാ വാർത്തകളിലും വന്നു, പ്രഖ്യാപനങ്ങൾ വന്നു, സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രചരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന രീതിയിലുള്ള ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീകളുടെ ആ ഒരു സമരത്തെ ജനങ്ങൾ പുച്ഛിച്ച് തന്നെ തള്ളിയിട്ടുണ്ടല്ലോ. അതായത് ഇവരുടെ സമരം നിങ്ങൾ എന്ത് കോപ്രായം വേണമെങ്കിലും കാണിച്ചോ, പക്ഷേ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി പോയിക്കോളാൻ ആ യാത്രക്കാർ തന്നെ അവരുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ജനങ്ങൾ ഇവർക്ക് എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്. പുല്ല് വിലയാണ് ഈ ഒരു BJP എന്ന പാർട്ടിക്കും അല്ലെങ്കിൽ അവിടെ സമരം ചെയ്ത ഈ മഹിളാ മോർച്ച പ്രവർത്തകർക്കും ആ ഒരു യാത്രക്കാർ നൽകിയത്. ഈ UDF സർക്കാർ അധികാരത്തിലേറിയതിൻ്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഈ കോപ്രായമൊന്നും ആരും മറന്നു കാണില്ല. കാരണം ഇതിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും എല്ലാമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഈ ഒരു പദ്ധതിയെ പൊളിക്കാനും അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഇതിനെ താറച്ച് കാണിക്കാനുള്ള ശ്രമത്തിന് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഗൂഢാലോചന ഈ ഒരു സൈഡിൽ കൂടി നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഭാഗമല്ലേ ഈ ഫാസ്റ്റ് പാസഞ്ചർ കയറി ടിക്കറ്റ് തരണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് യാത്ര നടത്തണം, അല്ലെങ്കിൽ ഈ ബസ് പോയില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതുകൊണ്ടല്ലേ വന്നത്. ഒന്നാമത് ജനങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞ പോലെ BJPയോട് അത്ര താല്പര്യമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ അവരോടൊരു വെറുപ്പ് വരികയാണ്. ഇവർക്കതൊന്നും ബോധമില്ലേ? അതായത് ഇപ്പൊ സ്ത്രീകൾക്ക് മിക്കവർക്കും ഇതൊരു സൗജന്യ യാത്ര ഇത്രയും വർഷം ഒരു സർക്കാർ ഇതുപോലുള്ള ഒന്നും കൊണ്ടുവന്നില്ല. പക്ഷെ ഇപ്പൊ UDF സർക്കാർ ഇങ്ങനെ കൊണ്ടുവന്നു, ഓർഡിനറിയിൽ നൽകി. അപ്പൊ നമ്മുടെ CP ജോൺ ഗതാഗത മന്ത്രി പറയുന്നുണ്ട് ഇത് നല്ല രീതിയിൽ പോയ ഫാസ്റ്റ് പാസഞ്ചറിലേക്കും ആക്കി തരാമെന്ന്. നമുക്ക് കിട്ടിയതിന് സംതൃപ്തിപ്പെടാനൊന്നും പറ്റത്തില്ല, അതില് കുറ്റം കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. അതെ, ഇപ്പൊ അത് മാത്രമല്ല, നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി തന്നെ ഈ ഒരു പദ്ധതി, അതായത് KSRTCയിലെ സൗജന്യ യാത്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അതേസമയം മറുവശത്ത് BJP അതിനെ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ മണ്ടന്മാരാക്കുന്ന തീരുമാനം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് BJP മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, നേമം MLA രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ഉദ്ഘാടന പദ്ധതിയിൽ നിന്ന് അതായത് പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഈ BJP MLA മാത്രമല്ല, CPMന്റെ 28ഓളം അല്ലെങ്കിൽ 35ഓളം വരുന്ന MLA-മാരും ഇതുപോലത്തെ ഒരു ഉദ്ഘാടനത്തിലും പങ്കെടുത്തില്ല. അപ്പൊ ഇവർ രണ്ട് കൂട്ടരുടെ സ്വരം ഏതാണ്ട് ഒരുപോലെയാണ്. ഈ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇപ്പൊ കേരളത്തിലെ BJPയും CPM-ഉം പോകുന്നത്. തമ്മിൽ കണ്ടാൽ പോരടിക്കും, കടിച്ചു കീറും. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ ആശയം ഒരുമിച്ച് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അപകടകരം. സുരേഷ് ഗോപി പറയുന്നത് എങ്ങനെയാണ്, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ CP ജോൺ അദ്ദേഹത്തിന് ഈ ഒരു ഗതാഗതവും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയും. അതുമാത്രമല്ല, ധനകാര്യവും അത്യാവശ്യം നല്ല ഒരു പിടിപാടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ജനപ്രതിനിധിയാണ്. ഒരു BJP കേന്ദ്രമന്ത്രി വരെ ഇദ്ദേഹത്തെ പുകഴ്ത്തിയപ്പോൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അതായത് ശത്രുക്കളിൽ നിന്നും വരെ പ്രശംസ ഏറ്റുവാങ്ങാനുള്ള ഒരു മൈലേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഇപ്പോഴത്തെ ഒട്ടുമിക്ക മന്ത്രിമാർക്കും അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കൾക്കും ഇപ്പോൾ അധികാരത്തിൽ കയറി. ഇപ്പൊ 10 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോഴത്തേത്. ഈ 10 വർഷം ഈ സൗജന്യ യാത്രയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. എല്ലാം നടക്കുമോ ഇല്ലയോ എന്ന് പോലും ആർക്കും ഒരു വ്യക്തത ഉണ്ടായില്ല. ഈ LDF സർക്കാർ കൊണ്ടുവന്ന പ്രചരണ പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ UDF സർക്കാർ അധികാരത്തിൽ കയറി 1 മാസത്തിന് മുമ്പ് പ്രചരണ പത്രികയിലുള്ള
പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കണം, നാളെ തന്നെ നടപ്പാക്കണം എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടുള്ള ഈ ക്യാമ്പയിൻ, അത് ഈ കേരളത്തെ തന്നെ എന്താ പറയുക, കേരളത്തിന് തന്നെ അപകടകരമാവുന്ന രീതിയിലുള്ള ഒരു രണ്ട് സംഘടനകളായി അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായി മാറി ഇപ്പോൾ ഈ CPM BJP. എനിക്ക് തോന്നുന്നു തനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് ഇത്രയും 10 വർഷം BJP എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്താലൊന്നും അധികം സംസാരിക്കാത്ത പാർട്ടിക്കാരായിരുന്നു നേരത്തെ. ഇപ്പൊ അങ്ങനല്ലല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഇവിടെ സംഭവിച്ചതുമൊക്കെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നേരിടാൻ തന്നെ ഇപ്പൊ നമ്മുടെ ആഭ്യന്തരമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഇപ്പൊ ഗതാഗത മന്ത്രി ആണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഭയം കൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി വരുന്നത്. കാരണം ഈ ഒരു UDF മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ജനപിന്തുണയോ അല്ലെങ്കിൽ അംഗീകാരവും ഈ രണ്ടു കൂട്ടർക്കും ഭയമാണ്. കാരണം ഈ ഇപ്പം നിലവിലുള്ള മന്ത്രിമാർ എത്രത്തോളം ജനങ്ങളുമായിട്ട് അടുക്കുന്നുവോ അത്രത്തോളം ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ജനങ്ങളുമായിട്ടുള്ള വലിയൊരു അകലം വരും. അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പായാലും ഇനി അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശക്തമായി പ്രതിഫലിക്കും. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ധവളപത്രം, അതായത് നിയമസഭയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കൊള്ളക്കണക്കുകൾ അടക്കമുള്ള ധവളപത്രം മുഖ്യമന്ത്രി മേശയിൽ വെച്ചു. അതിന് ആ ഒരു പേജ് തുറന്നു പോലും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ ഭീരുതമായിട്ടുള്ള കണക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ തുറന്നടിക്കുകയുണ്ടായി. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്? അതാണ് പറയുന്നത്. ഒരു അവരുടെ മുന്നിലേക്ക് അവർ ചെയ്ത തെറ്റുകൾ വലിച്ചിട്ട് കൊടുത്താലും അംഗീകരിക്കാത്ത രണ്ട് പാർട്ടികൾ, ഈ രണ്ട് പാർട്ടികളെ ഉന്നം ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാരാണ്. അത് ഈ നിലവിലുള്ള സർക്കാർ എന്ന് പറയുമ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനകീയ സർക്കാരും ഈ സർക്കാരിനോടുള്ള ഓരോ ദ്രോഹവും അത് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള ദ്രോഹമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ജനങ്ങളുടെ ഉള്ളിൽ മതം കുത്തിവെക്കുക, ഇപ്പൊ എന്തെങ്കിലും നല്ലത് കൊണ്ടുവരും അതിനെ എതിർക്കുക, അതൊക്കെയാണ് ഇപ്പൊ BJPയുടെ ഒരു പ്രധാന അജണ്ട എന്ന് തോന്നുന്നു. അതെ, അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മുടെ കൊല്ലത്ത് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഈ ഇപ്പോൾ FIFA വേൾഡ് കപ്പിന്റെ കാലമാണല്ലോ. അപ്പോൾ എല്ലായിടത്തും ഫ്ലെക്സും ബാനറും കൊടികളും എല്ലാം, റോഡ് മുഴുവൻ കൊടിതോരണങ്ങളും എല്ലാമാണ്. ഭയങ്കരമായിട്ട് ഈ ഫുട്ബോളിൻ്റെ ആരാധകർ ഒരു ആവേശം കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ ബ്രസീലിൻ്റെ കൊടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഗ്രീൻ കളർ, അതിൻ്റെ അകത്ത് യെല്ലോ, അതുപോലുള്ള ഒരു കളറാണ്. ഈ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് BJP RS പ്രവർത്തകർ എന്താ ചെയ്യുന്നവരോ, ആ ഒരു കൊടി പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ് അത് വലിച്ചഴിപ്പിച്ചു എന്നുള്ളതാണ്. ഇത്ര പോലും ബോധമില്ലാത്ത ഒരു കൂട്ടരാണ് ഈ ഒരു നമ്മുടെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങളോട് ജനങ്ങളായിട്ട് കൂടെ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഓരോ മണ്ടത്തരങ്ങളും സാധാരണപ്പെട്ട പൊതുജനങ്ങളിലേക്ക് കുത്തിവെക്കുന്നത്, അതുമാത്രമല്ല മതവികാരത്തെ വ്രണപ്പെടുത്തുക അല്ലെങ്കിൽ മതേതരത്വം തകർക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുൽസിത ശ്രമങ്ങളാണ് ഇപ്പൊ ഈ BJPയുടെ അല്ലെങ്കിൽ RS പോലുള്ള സംഘടനയുടെ പ്രധാന അജണ്ട. എന്തായാലും കോട്ടയത്ത് നടന്ന ഒരു പ്രതിഷേധത്തിൽ ജനങ്ങൾ അതിനപ്പം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്, ഇറങ്ങി പോകാനുള്ള. അപ്പൊ അവര് ന്യായീകരിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രതിഷേധിച്ചതല്ല, ഒന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചതാണ് എന്ന്. എന്നിട്ടും തെറ്റ് സമ്മതിക്കാൻ വയ്യ അവർക്ക്. ശരിയാ. ഇപ്പം നിലത്ത് വീണാലും അവിടെ കിടന്ന് വീണടം വിഷ്ണുലോകം, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് ന്യായീകരിക്കാനുള്ള പരിപാടിയെല്ലാം ഇപ്പോൾ ഇതുപോലുള്ള പ്രവർത്തകർക്കൊക്കെ കാണാപ്പാടമാണ്. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു സമരം പോലും ചെയ്യാനാവാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു വരുന്നത്. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു സർക്കാരുണ്ട്. ആ ഒരു സർക്കാരിന് ജനങ്ങളുടേതായിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷയും, അല്ലെങ്കിൽ അവർക്ക് ഇനിയെങ്കിലും നല്ല ഒരു കേരളം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയുമുള്ള ആ ജനങ്ങളുടെ മുന്നിൽ വെറും വിഡ്ഢിവേഷം കെട്ടുന്ന കോമാളികളായി തീരുകയാണ് ഇപ്പോൾ CPM ആയാലും ഇനി BJP ആയാലും.